അബ്ദുൽ നാസർ മദനി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. 4 വർഷത്തെ നിരന്തരമായ നിയമ പോരാട്ടത്തിന് ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ചെറിയ ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും കേരളത്തിലും പുറത്തുള്ള മലയാളികളായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹോദരങ്ങളും ഉള്ളത്. നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങളെന്ന നിലയിൽ ഞാൻ പറയുമ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളോടാണ്. കാരണം എൻ്റെ ഈ അറസ്റ്റിന് വേണ്ടി എന്നെ കള്ളക്കേസിൽ കുടുക്കിയ സമയം മുതൽ ഇന്നലെ ഞാനിങ്ങ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും നീതിക്ക് വേണ്ടി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടോ അല്ലെങ്കിൽ ആശയങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടോ ഒന്നുമല്ല എന്ന് എനിക്കറിയാം. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന കേരളീയ സമൂഹത്തിൻ്റെ മനസ്സ് കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ശക്തമായ നിലയിൽ പ്രതിഫലിപ്പിക്കുകയുണ്ടായി. ആ ഒരു വലിയ സന്തോഷവും അതിൻ്റെ പേരിലുള്ള കടപ്പാടും നന്ദിയും കേരളത്തിലെ മാധ്യമങ്ങളോട് എനിക്കുണ്ട്. ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ കേരളത്തിലെ ജനങ്ങളും ജാതിമത വ്യത്യാസമന്യേ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖരായ മനുഷ്യാവകാശ രംഗത്ത് നീതിയുടെ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന നിരവധി പേര് വളരെ ശക്തമായ പിന്തുണയും വളരെ ശക്തമായിട്ടുള്ള സഹായങ്ങളും ഈ വിഷയത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതിലും എനിക്ക് അവരോടെല്ലാവരോടും വളരെ അഗൈതവമായ നന്ദിയും കടപ്പാടും ഉണ്ട്. അത് ഞാൻ അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയതൊരു വളരെ ചെറിയ ഒരു ആശ്വാസമാണെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി എനിക്കിങ്ങനെ മാധ്യമങ്ങളെ കാണാനും അതുപോലെ മറ്റ് ബന്ധുക്കളെയും ഒക്കെ ആയിട്ട് സന്ദർശിക്കാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും സ്വതന്ത്രമായ ഒരു അന്തരീക്ഷത്തിൽ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സൗഖ്യ ഹോസ്പിറ്റൽ യഥാർത്ഥത്തിൽ ഞാൻ തിരഞ്ഞെടുത്ത ഒരു ആശുപത്രിയല്ല. ഏറ്റവും ആദ്യം സുപ്രീം കോടതിയിൽ പോകുമ്പോൾ പിന്നെ ഈ ശക്തമായ പെടലി വേദനയും തോളലിൻ്റെ വേദനയും നടുവേദനയും അതിപ്പോൾ വളരെ കൂടുതൽ അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാനമായ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും ആയുർവേദ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോൾ കർണാടക പ്രോസിക്യൂഷനാണ് സൗഖ്യ ഹോസ്പിറ്റൽ നിർദ്ദേശിച്ച്, ഇവിടെ കർണാടകയിൽ ബാംഗ്ലൂർ സൗഖ്യ ഹോസ്പിറ്റലുണ്ട്, ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ സൗഖ്യ ഹോസ്പിറ്റലിൽ ചികിത്സ നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സൗഖ്യ ഹോസ്പിറ്റൽ നിർദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് തന്നെ അന്ന് കൊണ്ടുവരുന്നത്. സുപ്രീം കോടതി അത് അംഗീകരിച്ചു. അങ്ങനെ അന്ന് സൗഖ്യ ഹോസ്പിറ്റലിലേക്ക് വന്നു. പിന്നീട് രണ്ടാമത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം ചെലവിൽ ചികിത്സിക്കാനുള്ള നിർദ്ദേശം തന്നപ്പോൾ വീണ്ടും സൗഖ്യ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അന്നും 1 മാസത്തിലധികം ഇവിടെ ചികിത്സ നടത്തി. അന്ന് ചികിത്സയുടെ ചെലവ് മൊത്തം കേരള ഗവൺമെൻറ്റും മറ്റും ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ മത്തായി നൂറിനാൽ ചികിത്സാ ചെലവ് മൊത്തം സൗജന്യമായിട്ടാണെന്ന് ചികിത്സ നടത്തിയത്. ഇപ്പോൾ സൗഖ്യ ഹോസ്പിറ്റലിലെ ചികിത്സ കൊണ്ട് ഈ ശാരീരിക പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ചും പുറം വേദന, 2 തോളലിൻ്റെ ഉയർത്താൻ പറ്റാത്ത അവസ്ഥ, കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥ, നടുവേദന, നട്ടലിൻ്റെ വേദന, ഇതിനൊക്കെയുള്ള ചികിത്സ വളരെ ഫലപ്രദമായിട്ടുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇറങ്ങിയ ഉടനെ തന്നെ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് തീരുമാനിച്ചത്, ഇവിടെ ചികിത്സ തേടിയത്. അപ്പോൾ ഈ ചികിത്സ വളരെ ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുന്ന ഡോക്ടർ മത്തായി നൂറിനാലിനും അതുപോലെ കേസിൻ്റെ കാര്യത്തിൽ വളരെ സഹായകരമായ സമീപനം സ്വീകരിച്ച കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ, കേരളത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകർ, വീണ്ടും ആവർത്തിച്ച് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, എല്ലാവരോടും നന്ദി പറയുകയാണ്. കേരള ഗവൺമെൻറ്റും കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എൻ്റെ വിഷയത്തിൽ എനിക്ക് നീതി ലഭ്യമാകണമെന്നുള്ള വിഷയത്തിൽ വളരെ അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ മാത്രമാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് ഒരു തരത്തിലും
സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിനൊരു വയലേഷൻ സംഭവിക്കുന്ന യാതൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നതായിരിക്കും. സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഈ ഒരു തീരുമാനത്തിൽ, ഒരു വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു BJP സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തിറങ്ങാനുള്ള ഈ സാഹചര്യം കൂടുതൽ കടുത്തതാകുമായിരുന്നോ? ഇല്ല, അങ്ങനെ കരുതുന്നില്ല. കാരണം ഇത് BJP സർക്കാർ എന്നോ കോൺഗ്രസ് സർക്കാരെന്നോ ഉള്ളൊരു വ്യത്യാസമൊന്നുമില്ല. BJP സർക്കാർ നമ്മൾ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ പ്രാവശ്യം സമീപിച്ചപ്പോൾ ശക്തമായ സമീപനം, നമുക്കെതിരെ ജാമ്യം കിട്ടരുതെന്നുള്ള നിലയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ചു. ഇപ്രാവശ്യം അതിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ ഒരല്പം കൂടെ അധികം കടുപ്പിച്ച സമീപനം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനമല്ല ഇത് കോടതിയുടെ തീരുമാനമാണ്. 100% ഇത് കോടതിയിൽ നമ്മുടെ വിഷയങ്ങൾ ശക്തമായിട്ട് പ്രശാന്ത് ഭൂഷൺ അവതരിപ്പിച്ചു. അതുകൂടാതെ നാഗേന്ദ്ര റായ് എന്ന സീനിയർ അഡ്വക്കറ്റും പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഹാരിസ് ബീരാനും വളരെ ശക്തമായിട്ട് അഡ്വക്കറ്റുമാർ നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് നമുക്കൊരു ചികിത്സ ആവശ്യമാണെന്നും നമ്മുടെ ഒരു നീതി നിഷേധം ആണ് ഉണ്ടാകുന്നതെന്നുള്ള കോടതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു ഇളവാണ്. അതെ, കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരുകൾ നമ്മളെ സഹായിക്കേണ്ട ബാധ്യത അവർക്കില്ല, അവർ സഹായിച്ചിട്ടുമില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും കർണാടകയിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ ഞാൻ ഇന്നലെ വരുന്ന വഴിക്ക് VM സുധീരന്, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എല്ലാവരുമായിട്ടും സംസാരിച്ചിരുന്നു. അവരെല്ലാം ഇതേ വികാരമാണ് പങ്കുവച്ചത്. എന്തുകൊണ്ടാണ് കർണാടക ഗവൺമെൻറ് സമീപനം സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. വളരെ ശക്തമായ നിലയിൽ ഞങ്ങളുടെ എല്ലാ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കർണാടക ഗവൺമെൻറ്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. കർണാടകയിലെ രാഷ്ട്രീയം, കർണാടകയിലെ ജനങ്ങളുടെ മനഃശാസ്ത്രം, ഇതെല്ലാം അനുസരിച്ച് കർണാടക ഗവൺമെൻറ് ചെയ്യുകയുള്ളൂല്ലോ. ഇതിനകത്ത് നീതി നിഷേധമുണ്ടോ അതൊന്നും നോക്കലല്ല. പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ പിൻബലം എന്താണ്, അവരുടെ രാഷ്ട്രീയ വോട്ട് ബാങ്ക് ഏതാണ്, അവർക്ക് എടുക്കുന്ന ഒരു സമീപനം അവരെ എങ്ങനെ ബാധിക്കും, അതൊക്കെ പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കും. അത് ഇവിടെ കോൺഗ്രസ് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പറയുമ്പോൾ ഇപ്പോൾ ജയിലിൽ ഞാൻ 4 വർഷം കൊണ്ടിരിക്കുന്നു. ഈ 4 വർഷത്തിനുള്ളിൽ സത്യത്തിൽ ജയിലിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഞാൻ അവരിൽ ഏതെങ്കിലും ഒരു വർഗീയ മനോഭാവത്തോടുകൂടി എന്നോട് ഇടപെട്ടു എന്നെനിക്ക് തോന്നിയിട്ടില്ല. അവരും കർണാടക ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫാണ്. അവരിൽ നിന്ന് എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ഒരു വർഗീയ മനോഭാവത്തോടുകൂടി ഇടപെടുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഒരിക്കലും ജയിലിനകത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം ഈ പ്രോസിക്യൂഷന് വിവരങ്ങൾ നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ഒരു വർഗീയ മനോഭാവം തന്നെ പല ഘട്ടങ്ങളിലും പ്രകടമായിട്ടുണ്ട്. അപ്പോൾ അത് പൊതുവെ ഈ അവരവരുടെ ഓരോ വ്യക്തികളെ ആശ്രയിച്ചുള്ള ഈ വിഷയങ്ങളിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥന്മാരായ വ്യക്തികളുണ്ടല്ലോ, അവരെ ആശ്രയിച്ചുള്ള അവരുടെ മനോഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലപ്പുറം അല്ലെങ്കിൽ യഥാർത്ഥത്തിലൊരു വർഗീയ സ്വഭാവത്തോടു കൂടി എന്നെ ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അത് കൂടുതലും ജയിലിനകത്താണ് ഉണ്ടാകേണ്ടത്. പക്ഷെ അത് ജയിലിനകത്ത് താരതമ്യേന ജയിലിനകത്തുള്ള ഇടപെടലുകൾ കോയമ്പത്തൂരിനേക്കാളും കുറെ കൂടി ലിബറലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ കോയമ്പത്തൂർ കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരായി, ഇനിയിപ്പം മറ്റൊരു കേസ് കൂടി വരാനുള്ള അങ്ങനെ ഒരു ഭയം മാതിരിക്കുണ്ടോ? പൊതുവെ ഈ വിഷയത്തിലൊന്നും സത്യസന്ധമായി പറഞ്ഞ ഒരു ഭയം എന്നെ അലട്ടാറില്ല. കാരണം ഞാൻ ആ വിഷയത്തിൽ ഒരു ദൈവത്തിന്റെ തീരുമാനം ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൈകളിലെ ടൂൾസ് മാത്രമാണ് നമ്മളെല്ലാം.